അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭക്ഷണ രീതികളും ഒക്കെയാണ് പറഞ്ഞത്. നബി തങ്ങൾ നല്ലൊരു വൈദ്യൻ കൂടിയായിരുന്നു. ചികിത്സയും ആരോഗ്യ പരിഹാരങ്ങളൊക്കെ നന്നായിട്ട് അറിയുന്ന ഒരു വൈദ്യനായിരുന്നു. തിബ്ബുൻ നബി എന്ന് പറയുന്ന കിതാബുണ്ട്, നബിയുടെ വൈദ്യശാസ്ത്രം എന്ന് പറയുന്നത്. അതിൻ്റെ പേരിൽ കുറേ കോഴ്സ് നടക്കുന്നുണ്ട് കേട്ടോ. ആ കോഴ്സൊക്കെ വെറുതെ വട്ടപ്പൂജയായിട്ടാണ് ഉണ്ടാവാറില്ല, അധിക കോഴ്സും. കാരണം ഒരു വൈദ്യം ഒക്കെ അറിയാമെന്ന് പറഞ്ഞാൽ വർഷങ്ങളുടെ ഒരുപാട് പരിശ്രമവും മറ്റുമാണ്. അതിൽ ഓൺലൈനിലിപ്പോൾ ഒരു 5-6 മാസം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വൈദ്യനാവില്ല. വൈദ്യം എന്ന് പറഞ്ഞാൽ കേവലം പുസ്തകം വായിച്ചറിയുമല്ല, അതൊരു പരിജ്ഞാനമാണ്. അപ്പോൾ ഞാൻ കൂട്ടത്തിൽ പറയാം, ഇങ്ങനെ തിബ്ബുൻ നബി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ടാവും, അതിന് ചികിത്സിക്കാനും കഴിയില്ല, അതിന് പരിഹാരവും ഉണ്ടാവില്ല, കുറേ ആൾക്കാരെ പൈസ ഇങ്ങനെ പോവും. ഒക്കെ വൈദ്യശാസ്ത്രത്തിനെ കുറിച്ച് അറിയുന്ന ആളുകൾക്ക് അറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഡോക്ടറാണെന്ന് പറയാനൊന്നും കഴിയില്ല, പക്ഷേ സാധാരണ രീതിയിലൊക്കെ ഉള്ള കുറേ കാര്യങ്ങളൊക്കെ നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉമ്മുൽ മുൻദിർ ബീവി പറയുന്ന ഒരു ഹദീസാണ് അടുത്തത്. ഖാലത്ത് ദഖല അലയ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമഅന അലിയുൻ. ഒരിക്കൽ അലിയും നബി തങ്ങളും അലിയാരും കൂടി എൻ്റെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ വലനാ ദബാലിൻ മുഅല്ലഖ. അപ്പോൾ ഞങ്ങൾ ഈത്തപ്പഴത്തിൻ്റെ കൊല ഒരു ചെനക്കണ സമയത്ത് പറിച്ചിട്ട് ഞങ്ങളുടെ വീട്ടിൽ തൂക്കിയിട്ടുണ്ടായിരുന്നു. പഴുക്കാൻ വേണ്ടിയാണ് തൂക്കുന്നത്. ഒരു ചെനക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, മൂത്ത് സമയത്ത് അത് പറിച്ചിട്ട് ഇങ്ങനെ വീട്ടിൽ തൂക്കിയിട്ടാൽ അത് പഴുക്കും, അപ്പോഴാണ് കഴിക്കുക. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ നിന്ന് കഴിക്കാൻ തുടങ്ങി. അലി നബി താലിബും നബിൻ്റെ കൂടെ കഴിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലിയാരോട് പറഞ്ഞു, മഹിയാനി അലി, നീ ഇപ്പം അസുഖം മാറിയിട്ടല്ലേ ഉള്ളൂ, അത് കഴിക്കണ്ട. ഫൈനക്ക താ നാഖിഹുൻ, അസുഖം അങ്ങോട്ട് മാറിയിട്ടല്ലേ ഉള്ളൂ, പഥ്യം കഴിഞ്ഞിട്ടില്ലല്ലോ, അപ്പം അത് എല്ലാ ഗുണം ചെയ്യൂല എന്ന് പറഞ്ഞു. അപ്പോൾ അലിയാരെന്നവർ പിന്നെ നിർത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിന്നുകൊണ്ടിരുന്നു. ഉമ്മുൽ മുൻദിർ ബീവി പറയാണ്, ഇപ്പോൾ ജാലത്തലഹും സിൽക്കൻ വശായറൻ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അവർക്ക് സിൽക്കും ഷായറും കൂടി ഉണ്ടാക്കി കൊടുത്തു. വീട്ടിലുണ്ടായിരുന്ന സിൽക്കും ഷായറും. സിൽക്ക് പറഞ്ഞാൽ ഒരു ചീരയാണ്, ഒരു പച്ചക്കറിയാണ്. അപ്പോൾ അത് രണ്ടും കൂടെ ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിൻ ഹാദാ ഫാസിം, അലി ഇത് കഴിക്കട്ടോ, ഫൈന ഹാദാ ഓഫൻ, ഇതാണ് ഇപ്പം എൻ്റെ ശരീരത്തിന് കൂടുതൽ യോജിക്കുന്നത്, പ്രകൃതിയോട് യോജിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നല്ല പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ തന്നെ നല്ല കനമുള്ള ഭക്ഷണമൊക്കെ കഴിച്ചാൽ വീണ്ടും പ്രശ്നമാവില്ലേ, ദഹന പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആര്യാരോട് പറയുന്നത്. ഉമ്മുൽ മുൻദിർ ബീവി പറയാണ്, നബിൻ്റെ ജീവിതം അങ്ങനെയൊക്കെ തന്നെയാണല്ലേ. സ്വഹാബിയത്തും സ്വഹാബാക്കളും എല്ലാം കൂടെയുള്ള ഒരു സ്നേഹ സാന്നിധ്യമാണ് മദീന പ്രത്യേകിച്ചും അങ്ങനെ തന്നെയാണ്. അവർ വല്ലാതെ സ്വീകരിക്കുന്ന ടീമാണല്ലോ, ആണും പെണ്ണും ഒക്കെ ഭക്ഷണം കൊടുത്തിട്ടും. അടുത്തത് ബഹുമാനപ്പെട്ട മഹ്മൂദ് ബിൻ ഖൈലാൻ എന്നവർ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ഉമ്മുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ഉമ്മ ആയിഷ ബീവിയിൽ നിവേദനം, കാനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യഅ്തീനി, നബി ചിലപ്പോൾ എൻ്റെ വീട്ടിൽ വരും. എന്നിട്ട് ചോദിക്കുമ്പോൾ എന്തൊക്കെയാ കഥ, നല്ല ഭക്ഷണം ഉണ്ടോ? അപ്പോൾ ഞാൻ പറയും, നബി ഒന്നുമില്ല ഇവിടെ. അപ്പം നബി പറയുന്നു, അപ്പം ഞാൻ നോമ്പ് വിൽക്കാമെന്നറിയും, ഇന്നീ സ്വായിമുൻ. ഒരു ദിവസം നബി വന്നു. ഞാൻ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബി ഇങ്ങോട്ട് ചോദിക്കണതിന് മുമ്പ് പറഞ്ഞു, നബി ഇന്ന് നമുക്കൊരു സമ്മാനം കിട്ടിക്കുന്നുണ്ട് പറഞ്ഞു. ആളുകൾ ഓരോന്നിങ്ങനെ നബിൻ്റെ വീട്ടിൽ കൊണ്ടു കൊടുക്കാമല്ലോ, ഓരോന്ന് ഉണ്ടാക്കിയിട്ട് ഒരു ഹദിയ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതെന്താ ചോദിച്ചു. അത് ഹൈസാണ്. ഹൈസ് എന്ന് പറഞ്ഞാൽ എന്താ? അത് നല്ല ഭക്ഷണമാണ്. ഈത്തപ്പഴം, നെയ്യും വെണ്ണയും പാൽക്കട്ടിയും എല്ലാം കൂടെ കൂട്ടിച്ചേർത്തുണ്ടാക്കുന്ന നല്ല, ഏതോ ഒരു സഹാബി നബിൻ്റെ വീട്ടിൽ ഉണ്ടാക്കി കൊടുത്തയച്ചതാണ്. അമാ ഇന്നി അസ്ബഹതു സായിമൻ,
ഞാനിപ്പോൾ നോമ്പ് പറ്റിയിട്ടാണിപ്പോൾ വന്നത്. നേരം വെളുത്തപ്പോൾ നോമ്പ് പറ്റിയില്ലേ, നോമ്പിലായിരുന്നു ഞാൻ. ഏതായാലും നോമ്പ് മുറിക്കുക എന്ന് പറഞ്ഞിട്ട് ചുമ്മാ ആക്കല. പിന്നെ നോമ്പ് മുറിച്ചു, ഭക്ഷണം കിട്ടിയ സമ്മാനം ഹദിയ കഴിച്ചു. നബിക്ക് സദഖ കൊടുക്കാൻ പാടില്ല എന്നാൽ ഹദിയ കൊടുക്കുക, ദാനം കൊടുക്കാൻ പാടില്ല, സമ്മാനങ്ങളായിട്ട് കൊടുക്കുക, അതേ പറ്റുള്ളൂ. അപ്പോൾ ആളുകളിങ്ങനെ നബിൻ്റെ ഭാര്യമാരൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ സമ്മാനങ്ങളായിട്ട് മദീനയിലെ മോമിനീങ്ങളും മോമിനാത്തുകളും ഇങ്ങനെ കൊണ്ടുകൊടുക്കും. അതാണ് അവരുടെ ജീവിതമാർഗം. യൂസുഫിന് അബ്ദുല്ലാഹിബിൻ സലാം എന്നിവർ പറയുന്ന ഹദീസാണ് അടുത്തത്. റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അഖദ കിസ്റത്ത മിൻ ഖുബ്സി ശഈർ. നബി ഒരിക്കലൊരു ഗോതമ്പിൻ്റെ പത്തിരി കഷ്ണം എടുത്ത് ഞാൻ കണ്ടു. എന്നിട്ട് അതുമേലിൻ്റെ മേലെ ഒരു കാരക്ക വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഹാദിഹി ഇദാ മുഹാദിഹി വാക്കൽ. ഇതന്നെയാണ് ഇതിൻ്റെ കൂട്ടാനെന്ന് പറഞ്ഞിട്ട് കഴിക്കുന്നത് കണ്ടു. പത്തിരിയും കാരയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, ആളുകൾക്കതറിയില്ല. ഇത് ഇറച്ചിയും കറിയും നല്ല കഷ്ടം മീനുണ്ടെങ്കിലേ കഴിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണേ. എന്താണുള്ള അങ്ങനെ കണ്ട് കഴിക്കുക, തേനും കൂട്ടി കഴിക്കുക, ഈത്തപ്പഴം കൂട്ടി കഴിക്കുക, എല്ലാ സമയത്തും കറിയൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ കഴിക്കണം എന്നുണ്ട്. എല്ലാം പഠിക്കണം നമ്മൾ. ചിലവർക്കൊക്കെ നിർബന്ധ, സ്ത്രീകൾക്കൊക്കെ അത് കറി, പത്തിരി അതിക്കിങ്ങനെ സ്ഥിരമായൊരു കറി, അങ്ങനെ ഒരു ഓർഡർ മാത്രമാണ് അടുക്കള ഉണ്ടാവുക. ഇറച്ചിയോ മീനോ ഇല്ലാതെ കറി വെക്കാൻ പറ്റില്ല, അങ്ങനൊന്നുമില്ല. ചിലപ്പോൾ കഞ്ഞി, ചിലപ്പോൾ ചോറ്, ചിലപ്പം പത്തിരി മാത്രം, ചിലപ്പോൾ കറി, അങ്ങനെയൊക്കെ ഒരു ലളിതമായ രീതിയിലുള്ള, എപ്പോഴും കഴിക്കണം എന്നില്ല, അങ്ങനെയില്ല. എല്ലാ നേരത്തും കൃത്യമായിട്ട് ഇങ്ങനെ ശ്വാസം അയക്കണ മാതിരി വിടാൻ പറ്റില്ലല്ലോ, അങ്ങനൊന്നുമില്ല. എപ്പോഴും വെള്ളം ഇറക്കുക അതൊന്നൊരു ശരിയല്ല, അതൊരു നല്ല രീതിയല്ല. അടുത്തത് അബ്ദുല്ലാഹിബിൻ അബ്ദുറഹ്മാൻ എന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യുഅജിബുഹു സുഫുലു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സുഫുല് വലിയ ഇഷ്ടമായിരുന്നു. എന്താ സുഫുല് പറഞ്ഞാൽ? മാ ബഖിയ മിന ത്വഅമി എന്നർത്ഥം, ബാക്കിയുള്ള ഭക്ഷണം. അതായത് ചട്ടിൻ്റെയും പാത്രത്തിൻ്റെ കടിയിലുണ്ടാവില്ലേ, ഉമ്മാരതിൻ്റെ ആൾക്കാർ, ചട്ടി പഠിച്ചിന് ആൾക്കാർ. അപ്പോൾ നല്ല മീനോ കറിയൊക്കെ ഉണ്ടാക്കിയാൽ അതിൻ്റെ ചട്ടിൻ്റെ ലാസ്റ്റ് കുറച്ചൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ നബി തങ്ങൾ നല്ലോണം വടിച്ചെടുത്തിട്ട് കഴിക്കുമായിരുന്നു. അസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. എല്ലാത്തിനും മാതൃകയാണ് അവിടെ നിന്ന്. ആളുകളൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യും, ബാക്കി കുറേ ഉണ്ടാവും പാത്രത്തിലൊക്കെ, ഇങ്ങനെ കുറേ എല്ലാത്തിൻ്റെയും ബാക്കി ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും ആളുകളതൊക്കെ ഇങ്ങനെ അവഗണിച്ച് വിടുന്നതല്ലേ. അതാണ് റസൂൽ. ഇപ്പോൾ ചായ എല്ലാവരും പറഞ്ഞാലും അതിൻ്റെ എങ്ങനെ ലാസ്റ്റ് കുറച്ച് ബാക്കി ഉണ്ടാവും, അത് പിന്നെ ഒഴിവാക്കുകയും ചെയ്യാം. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് പാത്രത്തിൽ കുറച്ചിറച്ചിട്ടുണ്ടെങ്കിൽ 2 കഷ്ണം ബാക്കിയാക്കി ഇങ്ങനെ പോയാൽ പിന്നെ അത് കളയേണ്ടി വരും. അപ്പോൾ ഈ സുഫിൽ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എടുത്ത് കഴിക്കുമായിരുന്നു. പൊട്ടുംപൊടി എന്നൊക്കെ പറയില്ലേ, ഒന്നും കളയാൻ പാടില്ല. അതൊക്കെ ഒരു താഴ്മൻ്റെ അടയാളം കൂടിയാണ്. ഭക്ഷണത്തിന് വിലയും നിലയും കൊടുക്കലാണ് അതൊക്കെ. ഒരു ചെറിയ പത്തിരിൻ്റെ കഷ്ണമാണ്, അതായിട്ട് പോട്ടേന്ന് വെച്ച് വലിച്ചെറിയല്ല. അതൊക്കെ കഴിക്കുക. ആൾക്കാരൊക്കെ തിന്ന് കഴിഞ്ഞായിട്ട് ആർക്കും വേണ്ടാത്തേക്കാരും ചിലപ്പോൾ ബാക്കി ഉണ്ടാകുക. അതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അതിന് ഏറ്റവും മുന്തിയോ മറ്റോ ഒക്കെ എടുത്ത് കഴിച്ചിട്ട് കുറച്ച് ബാക്കി ഉണ്ടാകും പാത്രത്തിൻ്റെ ലാസ്റ്റ്, അതെടുത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിക്കുന്നു. അപ്പോൾ ടേസ്റ്റൊക്കെ കുറച്ച് കുറയും. എന്നാലും ഭക്ഷണമല്ലേ, ബഹുമാനിക്കണ്ടേ, ആദരിക്കണ്ടേ. ബാബു മാ ജാഫി സിഫത്തി വുദൂഇ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻദ തഅം. ഭക്ഷണ സമയത്ത് നബി തങ്ങൾ എങ്ങനെ വുദൂ ഉണ്ടാക്കിയിരുന്നത് എന്ന പാഠം. ഇബ്നു അബ്ബാസ് എന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖറജ മിനൽ ഖലായി. നബി തങ്ങൾ ഒരിക്കൽ ബാത്റൂമിൽ നിന്ന് വന്നു, ഖലായിൽ നിന്ന് വന്നു. അപ്പം ഭക്ഷണം കൊണ്ടുകൊടുത്തു. ഫഖാലു അലാ നഅതീക ബിവദൂ. നമുക്ക് വുദൂ ഉണ്ടാക്കാനുള്ള വെള്ളം കൊണ്ടുവരട്ടെ ചോദിച്ചു. വുദൂ ഉണ്ടാക്കലൊക്കെ നിസ്കരിക്കാൻ നേരത്തല്ലേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ വുദൂ ഉണ്ടാക്കണമെന്നൊന്നുമില്ല ഭക്ഷണം കഴിക്കാൻ. ഇബ്നു അബ്ബാസ് എന്നവർ പറയുന്ന ഹദീസാണ്. ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി എന്നവരുടെ ഹദീസ്.
ഖറഅതു ഫി തൗറാത്തി. സൽമാൻ ഫാരിസി എന്നവർ മുമ്പ് ക്രിസ്ത്യാനിയായിരുന്നു, പിന്നെ ഇസ്ലാമിലേക്ക് വന്ന ആളാണ്. തൗറാത്തിൽ ഞാൻ വായിച്ചു, ഭക്ഷണത്തിൻ്റെ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിഞ്ഞിട്ട് കയ്യകലാണ്. അൽ വുളൂഉ ബഅദഹു, ഭക്ഷണം കഴിച്ചിട്ട് കയ്യും മുഖമൊക്കെ കഴുകുക. അതിനാ വുളൂ എന്നാണ് ഉദ്ദേശിക്കുന്നത്, സാങ്കേതിക വുളൂഅല്ല, ഭാഷാർത്ഥത്തിലുള്ള. അപ്പോൾ ഞാൻ നബിൻ്റെ അടുത്ത് പോയാട്ട് നബിയോട് പറഞ്ഞു, നബിയെ ഞാൻ ഇപ്പോൾ തൗറാത്തിൽ ഇങ്ങനെ വായിച്ചു, ഭക്ഷണം കഴിച്ചിട്ട് കൈ കഴുകൽ ബർക്കത്താണ് എന്ന് തൗറാത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട് പറഞ്ഞു. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബർക്കത്തു താമി അൽ വുളൂ ഖബ്ലഹു വൽ ബഅദഹു. ഭക്ഷണത്തിൻ്റെ ബർക്കത്ത് പറഞ്ഞാൽ മുമ്പ് വേണം വുളൂ എടുക്കുക, ശേഷം വേണം വുളൂ എടുക്കുക. വുളൂ പറഞ്ഞാൽ കയ്യും വായും കഴുകുക. ഭക്ഷണത്തിന് മുമ്പും വേണം, ശേഷവും വേണം. തൗറാത്തിൽ ശേഷം എന്നല്ലേ ഉള്ളൂ, രണ്ടും വേണം. അതും ഭക്ഷണത്തിൻ്റെ ബർക്കത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ കൈ കഴുകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷണം കഴിച്ചതിന് മുമ്പ് ശേഷമൊക്കെ എന്തായിരുന്നു പറഞ്ഞിരുന്നത് എന്നാണ് അടുത്ത പാഠം. ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു ആണ്. കുന്നാ ഇൻദൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ ഒരിക്കൽ നബിൻ്റെ അടുത്ത് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ആരോ ഭക്ഷണം കൊണ്ടുവന്നു. എത്ര ആൾക്കാരാണ് ഇന്ന് ഭക്ഷണം കഴിച്ചതെന്നറിയോ? ആളമ ബറക്ക്, അതിനേക്കാളും ബർക്കത്തുള്ളൊരു ഭക്ഷണം ഞാൻ കണ്ടിട്ടില്ല. അബൂ അയ്യൂബ് അൽ അൻസാരി പറയാം, അവലമാക്കലിനാ തുടങ്ങിയപ്പോട്ടോ, ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോൾ വലാക്കല്ല ബറക്കത്തം ബി ആഖിരിഹി, എന്നാൽ അതിൻ്റെ അവസാനത്തിൽ ബർക്കത്തുണ്ടായതുമില്ല. ഭക്ഷണം ഇങ്ങനെ വിളമ്പൂലേ, ഭക്ഷണം വിളമ്പുമ്പോൾ തുടക്കത്തിൽ ഒരുപാട് ആൾക്കാർ കഴിച്ചിരുന്നു, പക്ഷേ അവസാനത്തേക്ക് എത്തിയപ്പോൾ ഒരു ബർക്കത്തും ഉണ്ടായില്ല. നബി അതെങ്ങനെ സംഭവിക്കണത് അല്ലാഹുവിൻ്റെ റസൂലേ? യാ റസൂലല്ലാഹ് കൈഫ ഹാദാ? അതോ ഇന്നാ ദക്കർന സ്മല്ലാഹി ഹീന അക്കൽന, നമ്മൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ ബിസ്മി എല്ലിയിട്ടുണ്ടായിരുന്നു. തുമ്മ ഖാദമൻ അക്കല വലം യുസമ്മില്ലാഹ, അങ്ങനെ ബിസ്മി അല്ലാതെ കുറച്ച് ആൾക്കാർ പിന്നെ അതിലേക്ക് ചേർന്നു. ഫാക്കല മാഹു ഷെയ്ത്താൻ, അപ്പോൾ പിശാച് തിന്നാനും തുടങ്ങി. മനസ്സിലായോ നിങ്ങൾക്ക്? നബി തങ്ങളുടെ മുന്നിലുള്ള ഭക്ഷണം തന്നെ എല്ലാവരും കഴിക്കൂലേ, വരുന്നോല് ഇങ്ങനെ ഇരിക്കുക ചെയ്യുക, എല്ലാവർക്കും ഇരിക്കുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭക്ഷണ വിഭവത്തിന് മുന്നിൽ. അപ്പോൾ തുടക്കത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കഴിച്ചിട്ടും തീരുന്നില്ലായിരുന്നു, നല്ല ബർക്കത്ത്. ലാസ്റ്റൊക്കെ എത്തിക്കുമ്പോൾ പെട്ടെന്ന് തീർന്നു, ആർക്കും കിട്ടാത്ത മാതിരി. അപ്പോൾ എന്താ, ആദ്യം ബിസ്മില്ല ഇരുന്ന ആൾക്കാരൊക്കെ ബിസ്മില്ലായിരുന്നു, പിന്നെ കുറച്ച് പുതിയതായി വന്ന ആൾക്കാർ ബിസ്മി അല്ലാതെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അപ്പോൾ അവരെ കൂടെ പിശാചും കഴിക്കാൻ തുടങ്ങി. പിന്നെ പിശാചും കൂടി ആകുമ്പോൾ പിന്നെ തികയോ ഭക്ഷണം? പെട്ടെന്ന് തീരൂലേ? ഈ പിശാച്ചിനൊരു സുഖമുണ്ട്, മൂപ്പർക്ക് കിച്ചണൊന്നും ആവശ്യമില്ല. നമ്മളെ കിച്ചൺ തന്നെയാണ് പിശാച്ചിൻ്റെ കിച്ചൺ. നമ്മൾ വാങ്ങണ അരിയും ഭക്ഷണമൊക്കെ തന്നെ അവൻ്റെ ഭക്ഷണം. അതിന് അവസരം ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കരുത് മാത്രം, എന്നാൽ പിന്നെ പോയിക്കോളും. എല്ലാ നേരത്തും പെരേക്ക് വന്നാൽ ബിസ്മില്ലാതെ ഭക്ഷണം കഴിക്കാൻ വന്നാൽ എല്ലാ സർവ്വ സമയത്തും നമ്മുടെ വീട്ടിലെ സന്ദർശകനായിരിക്കും. അവനെ മൂപ്പര് പോലെ വീട്ടിൽ നിന്ന് വളർത്ത് ശൈത്താനാവും. അപ്പോൾ ആരും വീട്ടിൽ എന്താക്കരുത്, ശൈത്താനെ വളർത്തരുത് ഭക്ഷണം കൊടുത്തിട്ട്. മനസ്സിലായില്ലേ? ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീവി പറയുന്ന ഹദീസാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അകല അഹദുക്കും ഫനസിയ യദ്കുറല്ലാഹ അലാ തഅമിഹി ഫലഖുൽ ബിസ്മില്ലാഹി അവ്വലുഹു വആഖിറഹു. തുടക്കത്തിൽ ആരെങ്കിലും ബിസ്മില്ല മറന്നാൽ ബിസ്മില്ലാഹി അവ്വലുഹു വആഖിറഹു, ആദ്യത്തിലും അവസാനത്തിലും അള്ളാഹുവിൻ്റെ നാമം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഭക്ഷണം കഴിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ ബിൻ അബീ സലമ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അന്നഹു ദഖല അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ ബഹുമാനപ്പെട്ടവർ, ചെറിയ കുട്ടിയാണ്, ഉമർ ബിൻ അബീ സലമ എന്നാണ് കുട്ടിയാണ്, നബീൻ്റെ സദസ്സിലേക്ക് ചെന്നു. അവൻ നബി ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ നബി പറഞ്ഞു, ഒതിനോ വരി ഇങ്ങോട്ട് വാ കുട്ടി, മോനെ ഇങ്ങോട്ട് വാ. മുസമ്മില്ല, ബിസ്മി ചെല്ലിട്ടാ, വലത്തെ കൈ കൊണ്ട് കഴിക്കിട്ടാ, എൻ്റെ മുന്നിൽ നിന്ന് മാത്രം കഴിച്ചാൽ മതിട്ടാ എന്നൊരു ഉപദേശം കൊടുത്ത് ആ കുട്ടിനെ വിളിച്ചിരുത്തി. എന്താണ് ഹബീബായ മുത്തനബിൻ്റെയൊക്കെ ആ സ്വഭാവ സവിശേഷത! കുട്ടികളും വലിയവരും വീട്ടിലേക്ക് പോകലും വരലും കൊടുത്തയക്കലും ഒക്കെ ആയിട്ടുള്ള വല്ലാത്തൊരു സ്നേഹമാണ് മദീന. അസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്, മോനെ ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞിട്ട് മദീനയുടെ അധിപൻ, ലോകത്തിൻ്റെ നേതാവ്, റഹ്മത്തുൽ ആലമീൻ, സയ്യിദുൽ കൗനൈൻ, സയ്യിദുൽ അറബി വൽ അജം, ലോകം ആദരിക്കുന്ന
അള്ളാഹുവിൻ്റെ റസൂൽ സ്വഹാബാക്കൾ വലിയ ആദരവോടു കൂടി കാണുന്ന സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിൽ കുട്ടി വന്നപ്പോൾ കുഞ്ഞുമോനെ എങ്ങോട്ടോ, കുഞ്ഞുമോനെ എന്നാണ് വിളിച്ചത്. യാ ബുനയ്യ, കുഞ്ഞുമോനെ എങ്ങോട്ടോ, വാടാ മോനെ, ബിസ്മി ഇങ്ങോട്ട് ഇരിക്കടാ, കഴിച്ചോ, ബിസ്മി അല്ല കേട്ടോ, വലത്തെ കൈ കൊണ്ട് കഴിക്കണേ, മുന്നിൽ കഴിക്കണേ എന്ന് പറയണമെങ്കിൽ ആ കുട്ടി അത്ര ചെറിയ കുട്ടിയായിരിക്കും. ഇങ്ങനത്തെ സ്വഭാവങ്ങളൊക്കെ സ്വീകരിക്കാൻ നമ്മളൊക്കെ തയ്യാറാകുക. നമ്മളെ വീട്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഭക്ഷണമൊക്കെ ഉണ്ടാകുമ്പോഴേ സ്പെഷ്യലൊക്കെ ഉണ്ടാവില്ല, കുട്ടികളൊക്കെ ഉണ്ടാവും, മുറ്റത്തും പരിസരത്തൊക്കെ ഉണ്ടാകും. അപ്പോൾ അതങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാകുമ്പോൾ അകത്തൊക്കെ കൊണ്ടുപോയി കഴിക്കലായിട്ട് ഞങ്ങൾക്കൊക്കെ ഓരോ വീതമൊക്കെ കൊടുക്കുക. മോനെ, കുഞ്ഞുമോനെ എങ്ങോട്ട് വാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കുട്ടികളെ മാതിരി ഐറ്റങ്ങളെയും കണ്ടിട്ട് ആ കുട്ടികളെയും കണ്ടിട്ട് സ്നേഹത്തോടെ ഊട്ടിയാൽ മറക്കാത്ത മധുരമുള്ള ഓർമ്മകൾ ആ കുട്ടിയുടെ കുഞ്ഞു മനസ്സിൽ വളർന്നു വലുതായി രൂപപ്പെടും. ആ കുട്ടിയുടെ ആ സമയത്തുള്ള മനസ്സല്ല, വലുതാകുമ്പോഴും ആ സ്നേഹം ആ കുട്ടിയുടെ മനസ്സിൽ ആ കുട്ടിയെ സന്തോഷിപ്പിച്ചവരോടുണ്ടാകും. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഖാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഫറഗ മിൻ തആമി, ഭക്ഷണം കഴിഞ്ഞാൽ പറയുമായിരുന്നു, അൽഹംദുലില്ലാഹില്ലദീ അത്അമനാ വസഖാനാ വജഅലനാ മിനൽ മുസ്ലിമീൻ. നമുക്ക് ഭക്ഷിപ്പിക്കുകയും കുടിപ്പിക്കുകയും നമ്മയൊക്കെ മുസ്ലിമാക്കുകയും ചെയ്ത അള്ളാഹുവിന് സർവസ്തുതി. നമുക്ക് ഭക്ഷിപ്പിക്കുകയും കുടിപ്പിക്കുകയും നമ്മെ മുസ്ലിമാക്കുകയും ചെയ്ത അള്ളാഹുവിന് സർവസ്തുതി. ഞാനങ്ങളൊന്നും മുസ്ലിമായതേ നമ്മൾ വിചാരിച്ചിട്ടല്ല, അള്ളാഹു തആല തൗഫീഖ് ചെയ്തുകൊണ്ടാണ്. നമുക്കുള്ള ഭക്ഷണം വെള്ളമൊക്കെ കിട്ടിയതും അതുകൊണ്ടാണ്. അൻ അബീ ഉമാമത റളിയല്ലാഹു അൻഹു ഖാല കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ റുഫിഅത്തിൽ മാഇദതു മിൻ ബൈനി യദൈഹി, മുത്തുനബിയുടെ മുന്നിൽ വെച്ച ഭക്ഷണം എടുത്തു കൊണ്ടുപോകുമ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിൻ്റെ റസൂൽ പറയുമായിരുന്നു, അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബ മുബാറകൻ ഫീഹി ഗൈറ മുബദ്ദഇൻ വലാ മുസ്തഗ്നൻ അൻഹു റബ്ബന എന്ന് പറയുമായിരുന്നു. എന്താണ് പറയാം? അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബ, അള്ളാഹുവിന് ധാരാളം നല്ല നല്ല സ്തുതികൾ, ബറക്കത്തുള്ള വർദ്ധനവുള്ള സ്തുതികൾ, ഗൈറ മുബദ്ദഇൻ ഒരിക്കലും ഉപേക്ഷിക്കപ്പെടാത്ത, വലാ മുസ്തഗ്നൻ അൻഹു ഒരിക്കലും ആവശ്യം തീരാത്ത, എല്ലാ സമയത്തും ആവശ്യമായ, ഒരിക്കലും മുറിഞ്ഞു പോകാത്ത പ്രശംസകൾ അള്ളാഹുവിനുണ്ട്. റബ്ബന, ഞങ്ങളുടെ ഉടയവനെ എന്ന് നബി പറയുമായിരുന്നു. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീവി റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസ്, കാന നബിയു യഅകുലു തഅമ ഫീ സിത്തത്തി മിൻ സ്വഹാബി, നബി തങ്ങളും ഒരാറംഗ സംഘവും ഭക്ഷണം കഴിക്കുകയായിരുന്നു. ഭക്ഷണത്തിലാണ് സ്നേഹമുണ്ടാവുക. അതിലിങ്ങനെ ആൾക്കാരിങ്ങനെ ഉണ്ടാവണം. നമ്മൾ മാത്രമല്ല, വീട്ടുകാർ മാത്രമല്ല, പുറത്തുള്ള ആളുകളൊക്കെ ഇങ്ങനെ നമ്മളെ കൂടി ഇങ്ങനെ ഭക്ഷണം കഴിക്കണം. കൂടിയിരുന്നുള്ള ഭക്ഷണം പരസ്പരം സ്നേഹത്തിൻ്റെ രുചി അങ്ങോട്ടും ഇങ്ങോട്ടും അത് പകരാൻ കാരണമാകും. അവിടെ സൗഹാർദ്ദവും ഇഷ്ടവും അടുപ്പവും ബന്ധവും രൂപപ്പെടും. ആറാൾക്കാരും കൂടിയിട്ട് നബി ഭക്ഷണം കഴിക്കുകയായിരുന്നു. അപ്പോൾ ഒരു അറാബി വന്നു. ഫാക്കലഹു ബിലുഖമത്തിൻ, ഓൽക്ക് പിന്നെ അങ്ങനെ വലിയൊരു കൾച്ചറൊന്നും ഉണ്ടാവില്ല. അയാൾ നേരെ വന്നിരുന്നിട്ട് 2 പിടി വാരിയിട്ട് അടുത്ത് തീർത്തു. 2 പിടിയായിട്ട് വാർന്നപ്പോൾ വാരിയപ്പോഴേക്കും അതിൻ്റെ ഭക്ഷണം അങ്ങ് തീർന്നുപോയി. 6 ആൾക്കാർ ഭക്ഷണമായി, അയാൾ വന്നിട്ട് 2 പിടിയായിട്ട്. നബിൻ്റെ സദസ്സിൽ അതൊക്കെ പറ്റും. അതാണ് അവിടുത്തെ വിശേഷത. ഒരു പരുക്കൻ സ്വഭാവക്കാരാണെങ്കിൽ ആരെങ്കിലും വന്നിരുന്ന് തിന്നോ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സക്ക് ആർക്കും വരാം, ആർക്കും തിന്ന. നബി ഒന്നും പറയില്ല എന്ന് അവർക്കറിയാം. ഖാല റസൂലുള്ളാഹി ലൗ സമ്മാ ലകഫാക്കും, മൂപ്പർ വന്നിട്ട് ബിസ്മി അല്ലെങ്കിലും നിങ്ങൾക്കൊക്കെ തികയായിരുന്നു. ഇതിപ്പോൾ നമുക്കുള്ള 6 ആൾക്കുള്ള ഭക്ഷണമോ അയാൾ ഒറ്റയ്ക്ക് തിന്നുപോയി, ബിസ്മി അല്ലാത്തതുകൊണ്ടാണ്. നമ്മൾ കാണുന്ന ബൗദ്ധികമായ ചില കാഴ്ചകൾക്കപ്പുറം ആത്മീയമായ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. നമ്മൾ വിളമ്പുന്ന ഭക്ഷണം അത് നമ്മുടെ കാഴ്ചയിൽ 6 പേർക്കാകുന്നത് അതിൽ ആത്മാർത്ഥമായി ഉച്ചരിക്കുന്ന ഒരു ബിസ്മിയുടെ കൂട്ടോടുകൂടി അതിലേറെ ആളുകൾക്ക് തികയും. അങ്ങനെയാണ്
വിശപ്പും വയറ് നിറക്കുന്നതും അല്ലാഹുവാണ്. വല്ലദീ യുത്ഇമുനി വല്ലദീ ഹുവ യുത്ഇമുനി വയസ്ഖീൻ, അവനാണ് എനിക്ക് ഭക്ഷണം തരുന്നത്, അവനാണ് എനിക്ക് വെള്ളം തരുന്നത് എന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറഞ്ഞിട്ടില്ലേ? ചില ആളുകൾ അങ്ങനെ കണ്ടില്ല നിങ്ങൾ? ആളൊക്കെ വലിയ ആളായിരിക്കും, നല്ല ആരോഗ്യമുണ്ടാകും, അയാൾക്ക് കുറച്ച് ഭക്ഷണം കഴിച്ചാൽ മതിയോ? അയാൾക്ക് വളരെ വേറെ മെലിഞ്ഞൊരാളായിരിക്കും, വലിയ തടി മണ്ണൊന്നും ഉണ്ടാവില്ല. പക്ഷേ അയാൾ ഈ തടിച്ച ആൾ ഭക്ഷണം കഴിക്കുന്നതിന് 2 ഇരട്ടി ഭക്ഷണം കഴിക്കും. ഇയാളത്ര ആരോഗ്യം ഉണ്ടാവില്ല. ചില കുട്ടികൾ മുതിർന്ന ആളുകൾ കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ കഴിക്കും. കുട്ടികൾക്ക് എന്തിനാ അത്ര ഭക്ഷണം? അപ്പോൾ അതൊക്കെ ചില ആത്മീയ യാഥാർത്ഥ്യങ്ങളാണ്. അതൊന്നും ഭൗതിക ലോകത്തിന് മനസ്സിലാവില്ല. ഇതൊക്കെ അനുഭവങ്ങളാണല്ലോ. ഒരു ഹദീസും കൂടെ ഉണ്ട്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ ലയർളാ അനിൽ അബ്ദി അൻ യഅകുല ലക്ല ഔ യശ്റബൽ ഷർബ ഫയഹ്മദുഹു അലൈഹ. അല്ലാഹു തആലക്ക് ഒരടിമയോട് വല്ലാത്തൊരിഷ്ടമാണ്, ഒരു പിരിശമാണ്. ഏതാണ് അടിമ? അയാൾ ഒരു പിടി ഭക്ഷണം കഴിക്കും, അല്ലെങ്കിൽ ഒരു മുറുക്ക് വെള്ളം കുടിക്കും, അപ്പോഴും അയാൾ അൽഹംദുലില്ലാഹ് എന്ന് പറയും. തൊള്ളോണ്ട് പറയല്ല, മനസ്സുകൊണ്ട് കൂടി കൃത്യമായിട്ട് പറയണം. അങ്ങനത്തെ അടിമയോട് അല്ലാഹു തആലക്ക് വലിയ ഇഷ്ടമാണ്. അള്ളാഹു കൊടുത്ത ഭക്ഷണം, ആ ഭക്ഷണത്തിൻ്റെ പേരിൽ അള്ളാഹുവിനെ സ്തുതിക്കല്ലേ? അള്ളാഹ്ക്ക് ഇഷ്ടമുണ്ടാവില്ലേ? നന്ദിയല്ലേ അത്? നന്ദിയല്ലേ? കൊടുത്തവനോടുള്ള നന്ദിയല്ലേ അത്? വേണ്ടേ? അത് വേണ്ടേ? മറക്കാൻ പാടുണ്ടോ? നമുക്കാരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ തന്നയാൾ മുഖത്ത് നോക്കി നമ്മൾ പുഞ്ചിരിക്കൂലേ? അതിന് നന്ദിയല്ലേ? പക്ഷെ അധികം ആളുകൾ നന്ദിയില്ലാത്തവരാണെന്ന് ഖുർആൻ പറയുന്നുണ്ട്. അധികം ആളുകൾ നന്ദിയില്ലാത്തവരാണ്. ഒരു ഭക്ഷണമൊക്കെ കിട്ടിയാൽ ഒരു നല്ല അഭിപ്രായം പറയാം, ഇഷ്ടപ്പെട്ടു കേട്ടോ, നന്നായിട്ടോ എന്ന് പറയാം. ഇങ്ങനൊന്നും ചെയ്യാത്ത ആളുകളാണ്. മറ്റേ പറഞ്ഞ ആറാബിൻ്റെ കൾച്ചറുള്ള കുറേ മനുഷ്യന്മാരുണ്ട്. ആറാബി കൾച്ചറുള്ള കുറേ മനുഷ്യന്മാർ ഒരു നല്ല അഭിപ്രായം പറയില്ല. നല്ലോണം പള്ളിയും നിറച്ച്, പിന്നെ ഒരു ഇർക്കിളെടുത്ത് ഇവൻ്റെ പെരയിൽ തന്നെ തെങ്ങുമത്തെ ഇർക്കിളിയൊക്കെ എടുത്ത് പല്ലൊക്കെ കുത്തി അങ്ങനെ അവരോട്ട് പറഞ്ഞിട്ട് പോക്ക് ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെയല്ലല്ലോ. കഷ്ടപ്പെട്ട് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ വീട്ടുകാർ അതിൻ്റെ മേലിൽ 5-6 മണിക്കൂർ ചിലവാക്കിയിട്ടുണ്ടാവില്ലേ? അവരോട് നല്ല വർത്തമാനം പറഞ്ഞൂടെ? നന്നായിട്ടുണ്ട്, ഞാൻ നന്നായി കഴിച്ചു, റാഹത്തായി എന്ന് പറഞ്ഞൂടെ? അതൊക്കെ അല്ലേ അറാബി കൾച്ചർ? അല്ലല്ലോ. അതൊക്കെ അറാബി കൾച്ചറാണെന്ന് മിണ്ടാതൊക്കെ ഇങ്ങനെ. നിങ്ങൾ വീട്ടിലെ പശുവിനോ കോഴിക്കൊക്കെ പള്ളർച്ചി ബിരിയാണി എടുത്ത് നോക്കിയാണ്, അവർ വരുമ്പോൾ നന്നായിട്ട് കഴിച്ചിട്ട് ആടെ പോകും. അങ്ങനെ ആയിരുന്നു മനുഷ്യൻ. അവൻ നന്നായി ഭക്ഷണം ഉണ്ടാക്കി തന്ന മക്കളോട്, മരുമക്കളോട്, ഭാര്യയോട്, നല്ല സൽക്കാരോ പരിപാടിയൊക്കെ ആണെങ്കിൽ ആ വീട്ടുകാരോട്, ആ വീട്ടുകാരിയോട് നല്ല സന്തോഷം പറയാം, നമ്മുടെ ഒരു സംതൃപ്തി പറയാം, നല്ലോണം കഴിച്ചു എന്ന് പറയാം. ഒരു വിരുന്നുകാരനൊക്കെ വിളിക്കുമ്പോൾ എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടാകുക? എൻ്റെ ഭക്ഷണം ഇഷ്ടപ്പെടണം, എൻ്റെ ഭക്ഷണത്തിനോട് വലിയ ഇഷ്ടം ഉണ്ടാകണം, മൂപ്പര് നല്ലോണം കഴിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവില്ലേ? ആ ആഗ്രഹം നിറവേറിയോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ പറയണ്ടേ? അപ്പോഴല്ലേ അറിയൂ. അപ്പോഴല്ലേ അവർക്ക് ആഗ്രഹത്തിൻ്റെ ആ സംതൃപ്തി കിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത രീതികളൊക്കെ അങ്ങനെയാണ്. അല്ലാഹു തആല മുത്തുനബിയുടെ സുന്നത്തും മറ്റുമൊക്കെ പിൻപറ്റി ജീവിക്കാൻ നമുക്ക് തൗഫീഖ് അനുമാറാവട്ടെ. മരണസമയം ഈമാനോടുകൂടിയുള്ള മരണം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ഹബീബായ മുത്തുനബിയെ സ്വർഗ്ഗലോകത്ത് വെച്ച് കാണാൻ അല്ലാഹു നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും.